സാഹിത്യം പഠിച്ചു തുടങ്ങുന്ന ചിലർക്കെങ്കിലും ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ടെക്സ്റ്റ് കുറച്ച് പ്രയാസമായി തോന്നാറുണ്ട്. ഒരേ സമയം തന്നെ ചിലർക്ക് കൺഫ്യൂസിങ്ങും ചിലർക്ക് ഇൻട്രസ്റ്റിങ്ങും, എന്നാൽ ചിലർക്കാകട്ടെ ഇത് എക്സാമിന് വേണ്ടി സ്കിപ്പ് ചെയ്യാൻ വെച്ചേക്കുന്ന പോർഷൻസിൽ ചിലതുമാണ്. ക്രെഡിറ്റ് വാല്യൂ മാത്രം കരുതി എക്സാമിന് തലേ ദിവസം പഠിക്കാനിരുന്ന് കുഴഞ്ഞു പോകുന്ന ചിലവരെങ്കിലും ഉണ്ടാവും. ഇതിനൊരു പരിഹാരം എന്നോണമാണ് ഈ സീരീസ്. ഹെൽ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ടെക്സ്റ്റിൻ്റെ സമ്മറിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഗതം, ഞാൻ നിഖില മനോഹർ. ഇനി ഒരല്പം സംസാരിക്കാം. Module 1, First Chapter, From Romans to Normans. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം അവിടുത്തെ ഇൻഹാബിറ്റൻസിൻ്റെയും അവിടേക്ക് വന്ന ഇൻവേഡേഴ്സിൻ്റെയും ചരിത്രമാണ്. ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ ഇംഗ്ലണ്ടിൻ്റെ ജോഗ്രഫിക്കൽ പരമായിട്ടുള്ള പൊസിഷൻ ഒന്ന് കണ്ടുവരാം. നോർത്ത് സീയാലും ഇംഗ്ലീഷ് ചാനലാലും കോണ്ടിനെന്റിൽ നിന്ന് വേർപെട്ട് മെയിൻലൻഡ് യൂറോപ്പിലേക്ക് ഒരു കവാടം പോലെയാണ് ഇംഗ്ലണ്ടിൻ്റെ കിടപ്പ്. ഈ സ്ട്രാറ്റജിക് സ്ഥാനം തന്നെയാണ് ബ്രിട്ടന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും സമ്മാനിക്കുന്നത്. UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്ത് ഐലൻഡ് പൊളിറ്റിക്കലി ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് എന്ന് തിരിച്ചിരിക്കുന്നു. ബ്രിട്ടൻ ഐലൻഡ് ഉൾപ്പെടെ 5500ഓളം സ്മോളർ ഐലൻഡുകൾ ചേർന്നതാണ് ഈ കുഞ്ഞൻ പ്രദേശം. ഒരു ഭൂപ്രദേശത്തിൽ ആദ്യമായി വാസമുറപ്പിച്ചവരാണല്ലോ ആദിവാസികൾ, ആദിമനിവാസികൾ എന്നൊക്കെ പറയുന്നത്. എല്ലാ കഥകളിലെയും പോലെ ഇവിടെയും അത്തരമൊരു ചരിത്ര നിഴൽ വർഗമുണ്ട്. ബ്രിത്തോണിക് ഭാഷ സംസാരിക്കുന്ന പേഗൻ വിശ്വാസികളായ കെൽസ്. ബ്രിട്ടൻ എന്ന പദങ്ങൾ പോലും ഇവരിൽ നിന്നുമാണ് ഉണ്ടായത്. ഇവർക്കു ശേഷം ഐബീരിയയിൽ നിന്നും സ്പെയിനിൽ നിന്നും വന്ന ഐബീരിയൻസ് എന്ന വിഭാഗവും ഈ പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്നു. ഇത്തരത്തിൽ നേറ്റീവ് ഇൻഹാബിറ്റൻസ് മാത്രമുള്ള ഒരു അൺടൈംഡ് ലാൻഡായി കിട്ടുന്ന ബ്രിട്ടനിലേക്ക് ഓരോരോ ഇൻവേഡേഴ്സായി വന്നു തുടങ്ങി. റോമൻ, ആംഗ്ലോ സാക്സൺസ്, ഡാനിഷ്, വൈക്കിങ്സ്, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്ന ഇൻവേഡേഴ്സ് അവിടുത്തെ ജനങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും പോരടിച്ചും ഇടകലർന്നു നൂതനമായ ഒരു സംസ്കാരം തന്നെ കെട്ടിപ്പടുത്തു. റോമൻസ് തങ്ങളുടെ മഹനീയത വിളംബരം ചെയ്യുന്ന എക്സ്പെഡീഷൻസ് നടത്തിയ റോമക്കാരായിരുന്നു ബ്രിട്ടനിലെ ആദ്യ ഇൻവേഡേഴ്സ്. 55-54 BCകളിൽ സീസറിന്റെ വരവിൽ ബ്രിട്ടൻ അന്താരാഷ്ട്ര കച്ചവടങ്ങൾ തുടങ്ങി. എന്നാൽ AD 43 ക്ലോഡിയസിന്റെ വരവിൽ ക്ലോഡിയസ് ബ്രിട്ടനെ റോമൻ അധീനതയിലാക്കി. റോമൻ ഭരണത്തിൽ റോഡ്, പട്ടണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഈ ഭൂമിയിൽ ഉയർന്നു വന്നു. റോമക്കാരായ കച്ചവടക്കാരിൽ നിന്നും കൈപ്പണിക്കാരിൽ നിന്നും യേശുക്രിസ്തു, റോമൻ പേഗൻ ഡൈറ്റീസ് എന്നിങ്ങനെ പല മതപരമായ അറിവുകളും ബ്രിട്ടൻ നിവാസികളിലേക്ക് ഉണ്ടായി. എന്നാൽ AD 410 റോമക്കാർ ബ്രിട്ടൻ ഉപേക്ഷിച്ചു പോയി. റോമൻ സാമ്രാജ്യത്തിലെ തർക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ബ്രിട്ടൻ കയ്യേറാൻ തയ്യാറായി നിൽക്കുന്നവരുടെ ഭീഷണിയും ബ്രിട്ടനിലെ റോമക്കാരുടെ നിലനിൽപ്പിനെ ബാധിക്കാൻ തുടങ്ങി. സ്കോട്ട്ലാൻഡിൽ നിന്നുമുള്ള പിറ്റ്സ് വർഗത്തിൻ്റെയും അയർലൻഡിൽ നിന്നുമുള്ള സ്കോട്ട്സ് വർഗത്തിൻ്റെയും കടന്നുകയറ്റം തടയുവാൻ റോമൻ രാജാവ് ആംഗ്ലോ സാക്സൺ ട്രൈബൽ ഗ്രൂപ്പിനോട് സഹായം ചെയ്യുന്നു. ഇതേ തുടർന്ന് ആംഗ്ലോ സാക്സൺ ബ്രിട്ടൻ ഭൂമിയിലെത്തി. റോമക്കാർ അനവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു എങ്കിൽ പോലും അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തെ മോഡേണൈസ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളും അവർ നടത്തിയിരുന്നില്ല. ബ്രിട്ടൻ പോലെയുള്ള പ്രൊവിൻസസുകൾ സംരക്ഷിക്കാനുള്ള കെൽപ്പ് റോമക്കാർക്ക് നഷ്ടമായതോടുകൂടി അതൊരു തീർത്തും ദുർബലമായ ഭൂമികയാക്കി നിലനിർത്തി അവർ എന്നേക്കുമായി ഒഴിഞ്ഞുപോയി. ഈ അവസരത്തിലാണ് ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടൻ ഒക്കുപൈ ചെയ്യുന്നത്. ആരാണ് ആംഗ്ലോ സാക്സൺസ്? ജൂട്സ്, ആംഗിൾസ്, സാക്സൺസ് എന്ന ഗോത്രവർഗങ്ങളുടെ ഒരു ഗ്രൂപ്പാണിത്. മോഡേൺ ഡെൻമാർക്ക്, ജർമ്മനി, നെതർലൻഡ് റീജിയനിൽ കാണപ്പെടുന്ന ജർമാനിക് ട്രൈബിന്റെ ഒരു കൂട്ടം.
ആംഗ്ലോ സാക്സൻസിൽ തന്നെ ആദ്യമായി ഇവിടെ അധിവസിക്കാൻ വരുന്നത് നോർത്ത് ജർമാനിക് ഭാഷ സംസാരിക്കുന്ന ജൂഡ് വർഗമാണ്. ഇവർ സെറ്റിൽഡ് ആകുന്നത് കെന്റ് പ്രദേശങ്ങളിലാണ്. ശേഷം വെസ്റ്റ് ജർമാനിക് ഭാഷ സംസാരിക്കുന്ന ആംഗിൾസ് നോർത്ത് മിഡ്ലൻഡിലും സാക്സൻസ് ബ്രിട്ടന്റെ സൗത്ത് ആൻഡ് വെസ്റ്റ് റീജിയൻസിലും അധിവസിച്ചു പോന്നു. ഈ 3 ഗോത്രവർഗങ്ങൾ ആകെ 7 കിങ്ഡമാണ് ബ്രിട്ടനിൽ സ്ഥാപിച്ചത്. ഇത് ഒരേ സമയവുമാണെന്ന് ഓർക്കണം. ഒരു സമയത്ത് ഒരു രാജാവ് ഭരിക്കുമ്പോൾ അത് മൊണാർക്കിയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രദേശത്തെ വിഭജിച്ച് 7 കിങ്ഡം ഒരേ സമയത്ത് തന്നെ കാര്യക്ഷമമായി ഒരുപോലെ ഇമ്പോർട്ടൻസോടുകൂടി ഭരിക്കുകയാണ്. ഈ ഒരു ഭരണ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു ഭരണ സിസ്റ്റത്തെയാണ് ഹെപ്റ്റാർക്കി എന്ന് പറയുന്നത്. ജൂട്ട് വർഗത്തിന്റെ കിങ്ഡം കെന്റ് ആണ്. സാക്സൺ വർഗത്തിൻ്റെത് എസെക്സ്, സസെക്സ് ആൻഡ് വെസെക്സ് ആണ്. എംഗിൾസിന്റെ കിങ്ഡം ഈസ്റ്റ് ആംഗ്ലിയ, മേഴ്സിയ ആൻഡ് നോർതംബ്രിയ ആണ്. ഇവർക്കെല്ലാം ഒരേ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെങ്കിൽ പോലും പല നൂറ്റാണ്ടുകളിൽ പല കിങ്ഡം ആയിരിക്കും ഡോമിനേറ്റ് ചെയ്തു വരുന്നത്. ബ്രിട്ടൻ എന്ന ഭൂമികയിൽ ആംഗ്ലോ സാക്സൺസ് ഇത്തരത്തിൽ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തി വരുമ്പോൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജനവിഭാഗങ്ങളുണ്ട്. കേൾസ്, ഐബീരിയൻസ്, പിറ്റ്സ് ആൻഡ് സ്കോട്ട്സ്, അവിടുത്തെ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ളതും ശേഷം ഇൻവൈഡ് ചെയ്ത് വന്ന ആൾക്കാരായിരുന്നാലും ഇവരെല്ലാമായിട്ട് ഈ ആംഗ്ലോ സാക്സൺ ജനത ഇടകലർന്ന് ഒരു പുതിയ സമൂഹത്തെയാണ് സൃഷ്ടിച്ചത്. അപരിഷ്കൃതർ എന്ന് പറയുമ്പോഴും റോമക്കാർ നൽകിയ കോൺട്രിബ്യൂഷനേക്കാളും ഒരുപടി മുന്നിലാണ് ആംഗ്ലോ സാക്സൺ നൽകിയ സംഭാവനകൾ. കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമായിട്ടുള്ള 2 സിസ്റ്റവും ഒരേ സമയത്ത് വളരെ സുശക്തമായിട്ട് തന്നെ അവിടെ നിലനിന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ കിൻഷിപ്പ്, വിറ്റൻ, ഷെയർ, ഹൺഡ്രഡ്, ടൗൺഷിപ്പ് എന്ന ഒരു ഹൈറാർക്കിയൽ പാറ്റേണിൽ ശക്തമായ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റമാണ് ആംഗ്ലോ സാക്സൺ സ്ഥാപിച്ചത്. രാജാവിന് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഭരണത്തെ കുറച്ചും കൂടെ ഒന്ന് കേന്ദ്രീകൃതമാക്കുന്നുണ്ട്. സമൂഹത്തിലാകട്ടെ സ്ത്രീകൾക്ക് വളരെയധികം ഔന്നിത്യം നൽകി ആദരിച്ചു പോന്നിരുന്നു. ലിബർട്ടി, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അഫയേഴ്സിൽ ഇടപെടാനുള്ള അധികാരം, പ്രോപ്പർട്ടി റൈറ്റ്, ലാൻഡ് ഓണർഷിപ്പ് തുടങ്ങിയ അധികാരങ്ങളും നൽകി പുരുഷനോട് ഓൾമോസ്റ്റ് തുല്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഇവർ നൽകി പോകുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന മോഡേൺ രൂപത്തിന്റെ ഒരു പ്രിമിറ്റീവ് രൂപമാണ് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അത് കൊണ്ടുവന്നത് ആംഗ്ലോ സാക്സൺസ് ആണ്. സവേജറിയും സെന്റിമെന്റ്സും ഒരുപോലെ ഇടകലർന്ന ഈ സമൂഹമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആശയത്തെ ഈ ഭൂമികയിൽ വളർത്തിയെടുത്തത്. നമ്മൾ പറഞ്ഞതുപോലെ ഓരോരോ നൂറ്റാണ്ടുകളിൽ ഓരോരോ കിങ്ഡം ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ ഹെപ്റ്റാർക്കിയൽ ഭരണത്തിൽ. 7-ാം നൂറ്റാണ്ടിൽ നോർതംബ്രിയ ആയിരുന്നുവെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ മെഴ്സിയയും 9-10 നൂറ്റാണ്ടുകളിൽ വെസെക്സുമായിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ ചെറിയ തോതിൽ ഒരു ഡോമിനേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാവുകയും ചെയ്തു. ശേഷം ഇവർ പരസ്പരം പോരാടി വെസെക്സ് പവറിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോമിനന്റ് പൊസിഷനിലേക്ക് എത്തുകയും ചെയ്തു. ശേഷം ഇവരുടെ യൂണിഫിക്കേഷൻ സംഭവിക്കുന്നതായിട്ടും ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ക്രിസ്തുമതം ഇംഗ്ലണ്ടിൽ വേരുറപ്പിക്കുന്നത് ആംഗ്ലോ സാക്സന്റെ കാലഘട്ടത്തിലാണ്. ആംഗ്ലോ സാക്സൺ രാജാക്കന്മാർക്ക് ഇതിന് വലിയ തോതിൽ പങ്കുണ്ട്. മിഷണറീസിന്റെ എഫേർട്ട് വളരെയധികം ഉണ്ട് എങ്കിൽ പോലും ഈ മിഷണറീസിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആംഗ്ലോ സാക്സൺ രാജാക്കന്മാരാണെന്ന് കാണാൻ സാധിക്കും. ആംഗ്ലോ സാക്സൺ കെന്റിലെ രാജാവായ എതൽബർട്ട് ക്രിസ്ത്യൻ ക്വീനായ ബെർത്തയെ മാരി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള കെന്റ് ആംഗ്ലോ സാക്സണിൽ തന്നെ ക്രിസ്ത്യൻ ഫോൾഡിലേക്ക് വരുന്ന ആദ്യത്തെ കിങ്ഡമായി മാറുന്നുണ്ട്. ആംഗ്ലോ സാക്സൺ രാജാക്കന്മാരുടെയൊക്കെ ഫലമായിട്ട് സെൻറ്റ് അഗസ്റ്റൈൻ്റെയും എയ്തൻ്റെയും ഒക്കെ ലീഡർഷിപ്പിൽ വരുന്ന റോമൻ മിഷണറീസ്, ഐറിഷ് മിഷണറീസൊക്കെ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ച് ക്രിസ്ത്യൻ മതത്തെ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് കൺവേർഷൻസ് സംഭവിക്കുന്നുണ്ട്. AD 681 ആയപ്പോഴേക്കും എല്ലാ ഇംഗ്ലണ്ടിലെ പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ ഫോൾഡിലേക്ക് വരുന്നുണ്ട്. ഇത്തരം മിഷണറീസിൻ്റെ ഫലമായിട്ട് മോങ്സ്, പ്രീസ്റ്റ് തുടങ്ങിയവർ മെയിൻ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ റോളിലേക്ക് ഉയർന്നു വന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഹബ്ബായിട്ട് നോർതംബ്രിയ എന്ന് പറയുന്ന പ്രദേശം ഉയർന്നു വരികയുണ്ടായി. അതായത് നോർതംബ്രിയൻ സ്കൂൾ, മൊനാസ്ട്രീസ് ഓഫ് ജാരോ, വിറ്റ്ബൈ തുടങ്ങിയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി, സ്കോളർഷിപ്പ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എൻട്രി ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായി വന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് വൈക്കിങ്സിൻ്റെ ഇൻവേഷൻ ഉണ്ടാകുന്നത്. വൈക്കിങ്സ് എന്ന് പറഞ്ഞാൽ ആധുനിക ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിലുള്ള നോർസ് അല്ലെങ്കിൽ നോർത്ത് ജർമാനിക് ഭാഷക്കാരായ നോർസ് പേഗൻ വിശ്വാസികളാണ്. ഇവരുടെ ആക്രമണം അന്നത്തെ വെസെക്സ് രാജാവായിട്ടുള്ള കിങ് എഗ്ബർട്ടിനെ ഹെപ്റ്റാർക്കിയിലായിരുന്ന രാജ്യങ്ങളെ യൂണിഫൈ ചെയ്യാൻ നിർബന്ധിതനാക്കി. ശേഷം വൈക്കിങ്സുമായിട്ട് ആംഗ്ലോ സാക്സൺ യുദ്ധങ്ങളുണ്ടായി. എഗ്ബർട്ടിൻ്റെ ഗ്രാൻഡ് സൺ ആയ കിങ് ആൽഫ്രഡ്
ഡാനിഷ് കിങ്ങുമായി നടന്ന എഡിങ്ടണിലെ യുദ്ധത്തിൽ ട്രീറ്റി ഓഫ് വെറ്റ്മോറിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ട്രീറ്റി പ്രകാരം ചെസ്റ്റർ മുതൽ ഇംഗ്ലണ്ട് വരെ ഒരു രേഖ വരച്ച് അതിൻ്റെ നോർത്തേൺ റീജിയനിൽ ഈ ഡാനിഷ് വൈക്കിങ്സിനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുകയാണ്. ഈ പ്രദേശത്തെയാണ് ശേഷം ഡെയിൻലോ എന്നറിയപ്പെടുന്നത്. കിങ് ആൽഫ്രഡിൻ്റെ സക്സസറായ എഥൽറെഡിന് സെൻറ്റ് ബ്രീസസ് ഡേയിൽ നടത്തിയ ഒരു ഫൂളിഷ് അറ്റാക്കിൽ ഡാനിഷ് സെറ്റിലേഴ്സിൻ്റെ ഒരു കൂട്ടക്കൊല ഉണ്ടായി. ഇതിൽ പ്രകോപിതനായിട്ട് ഡാനിഷ് കിങ് ആയിട്ടുള്ള കിങ് സ്വെയിന് എഥൽറെഡുമായിട്ട് ഒരു ബാറ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഈ ബാറ്റിലാണ് ഇംഗ്ലണ്ട് പൂർണ്ണമായും ഡാനിഷ് അധീനതയിൽ വരുന്നത്. കിങ് സ്വെയിൻ്റെ സക്സസറായിട്ടുള്ള മറ്റ് ഡാനിഷ് കിങ് ഒക്കെ തന്നെയും വളരെ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാന്തരം ഇംഗ്ലണ്ട് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. ആംഗ്ലോ സാക്സൺ രാജാവായ ഹരോൾഡ് ഗോഡ്വിൻസനാണ് ബാറ്റിൽ ഓഫ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലൂടെ ഈ ഇംഗ്ലണ്ട് തിരിച്ച് സ്വന്തമാക്കുന്നത്. വൈക്കിങ്സിൽ നിന്നും ഇംഗ്ലണ്ട് തിരിച്ചു പിടിച്ച ആംഗ്ലോ സാക്സൺ രാജാവായ ഹരോൾഡ് അതേ വർഷം 1066 നോർമൻ രാജാവായ വില്യം നോർമാൻഡിയുമായി യുദ്ധത്തിലേർപ്പെടുന്നു. ഈ യുദ്ധത്തിൽ ഹരോൾഡ് മരണപ്പെടുകയും ഇംഗ്ലണ്ട് നോർമൻ അധീനതയിൽ വരികയും ചെയ്യുന്നു. അത്തരത്തിൽ 6 നൂറ്റാണ്ടുകളായി ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ആംഗ്ലോ സാക്സന്റെ ഭരണം എന്നേക്കുമായി അവസാനിക്കുകയും നോർമൻ എന്ന പുതിയ വിഭാഗം ഇംഗ്ലണ്ടിലേക്ക് കാലുകുത്തുകയും ചെയ്യുകയാണ്. 6 പോയിന്റ്സ് ആയിട്ട് നമുക്കിതിനെ മെൽറ്റ് ഡൗൺ ചെയ്യാം. ഒന്നാമത്തേത് നമ്മൾ നേറ്റീവ് ഇൻഹാബിറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പേഗൻ വിശ്വാസികളായ കെൽറ്റിക് വംശജരായിരുന്നു ആദ്യത്തെ സെറ്റിലേഴ്സ്. അവരാണ് ഏർലി കൾച്ചറൊക്കെ ഷേപ്പ് ചെയ്തതെന്ന് പറയുന്നു. രണ്ടാമത് വന്നത് റോമക്കാരാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നു. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതവിശ്വാസത്തെ കൊണ്ടുവന്നു. മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല, പക്ഷെ എന്നാലും അത്തരം ഇൻഫർമേഷൻസ്, അതിൻ്റെ നോളജ് നമുക്ക് കിട്ടുന്നത് റോമക്കാരിലൂടെയാണ് ആദ്യമായിട്ട്. ആംഗ്ലോ സാക്സൺ വരികയാണ്. ശേഷം ഹെപ്റ്റാർക്കിയൽ ഭരണമായിരുന്നു അവർ കൊണ്ടുവന്നത്. ഇവിടെ ലോക്കൽ സെൽഫ് ഗവർണൻസും വളരെ ശക്തമായിട്ടുള്ള കിങ്ങിൻ്റെ ഭരണവും ഒക്കെ കൊണ്ടുവന്നു. ക്രിസ്ത്യൻ മതം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ശേഷം വൈക്കിങ്സ് വരുന്നു. ഇംഗ്ലണ്ടിലെ ഡെയിൻലോ സ്ഥാപിച്ചെടുക്കുകയാണ്. ശേഷം അവരുടെ പൂർണ്ണ അധികാരം വരുന്നുണ്ട്. പിന്നെയും നമുക്ക് ആംഗ്ലോ സാക്സണിലേക്ക് തിരിച്ചു പോക്കുണ്ട്. പക്ഷേ ആ ഒരു വർഷം തന്നെ നോർമൻസ് അധികാരത്തിൽ വരുന്നുണ്ട്. ഓരോ ഇൻവേർഡേഴ്സിൻ്റെയും ആഗമനവും ഇംഗ്ലണ്ടിൻ്റെ കൾച്ചറലും പൊളിറ്റിക്കലുമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുള്ളതായി പറയുന്നു. ഓക്കെ, താങ്ക് യു.